വളരെയേറെ തിക്കും തിരക്കുമുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ ഒരുപാട് പേർ ബസ് കാത്തു നിൽക്കുകയാണ്. അതിനിടയിൽ ഒരു ബാലൻ തന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാഴ്ച കാണുകയാണ്. ഒരു കൂട്ടം കുരുവികൾ ആ റോഡിൽ ചിതറിക്കിടക്കുന്ന ധാന്യങ്ങളൊക്കെ കൊത്തി തിന്നുന്നത് കണ്ട് അവൻ ആശ്ചര്യപ്പെട്ടു. കൂട്ടമായി അവർ വന്നിറങ്ങുകയും പെട്ടെന്ന് പറന്നുയരുകയും ചെയ്യുന്ന രംഗം അവനെ വളരെ ചിന്തിപ്പിച്ചു. അതിങ്ങനെയാണ്, അത് വന്നിറങ്ങി ആ ധാന്യങ്ങൾ കൊത്തി തിന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഒരെണ്ണം പോലും വാഹനങ്ങളുടെ അടിയിൽപ്പെട്ട് ചതഞ്ഞ് അരഞ്ഞു പോകാതെ പറന്ന് രക്ഷപ്പെടുന്നതായ ആ കാഴ്ച. പക്ഷേ അവൻ പലതവണ ചിന്തിച്ചു, അയ്യോ, ആ കുഞ്ഞിക്കുരുവികളെല്ലാം ആ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങളുടെ അടിയിൽപ്പെട്ട് ചതഞ്ഞ് അരഞ്ഞു പോകുമല്ലോ. പക്ഷേ വാഹനങ്ങൾ വരുന്നു, അത് പറന്നുയരുന്നു, വീണ്ടും അത് പറന്നിറങ്ങുന്നു. അങ്ങനെ ആ കുഞ്ഞിക്കിളികൾ തീറ്റ തുടർന്നുകൊണ്ടേയിരുന്നു. ഈ പാഞ്ഞു വരുന്ന വാഹനങ്ങളെ ഒന്നും അവർ ഭയക്കാതെ തീറ്റ തുടർന്നുകൊണ്ടേയിരുന്നു. തൊട്ടു തൊട്ടില്ല എന്ന ദൂരമെത്തുമ്പോഴേക്കും അവർ പറന്നുയരും. അത്ഭുതത്തോടെയും വളരെ പേടിയോടും കൂടിയാണ് ആ കുഞ്ഞ് ഈ കാഴ്ച കണ്ടത്. പക്ഷെ അവൻ അതിലൊരു കുരുവിയോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ തിന്നാൽ വാഹനമിടിച്ച് ചത്തുപോകില്ലേ? കുരുവി പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ തിന്നില്ലെങ്കിൽ ഞങ്ങൾ വിശന്ന് കൂട്ടമായി മരിക്കും. മറ്റൊരു മാർഗമില്ലെങ്കിൽ നമ്മൾ മരണത്തെ പോലും ഭയപ്പെടില്ല. ഒഴിവുകഴിവുകൾ കണ്ടെത്തുന്നവരെല്ലാം പകരം വഴികളോ എളുപ്പ വഴികളോ ഉള്ളവരാണ്. ഒരു മാർഗവുമില്ലാത്തവരുടെ പെരുമാറ്റവും പല മാർഗങ്ങൾ ഉള്ളവരുടെ പെരുമാറ്റവും രണ്ടും രണ്ടാണ്. അനേക വഴികളുള്ളവർ കൂടുതൽ എളുപ്പമുള്ള വഴിയിലേക്ക് അവരുടെ ശ്രദ്ധയെ തിരിക്കും, അതിനായി കാത്തിരിക്കും. എന്നാൽ തങ്ങളുടെ പരമാവധി സാധ്യതകൾ അവർ കണ്ടെത്താൻ മെനക്കെടില്ല. അവസാന മാർഗത്തിൽ എത്തി നിൽക്കുന്നവർക്കെല്ലാം ജീവൻ മരണ പോരാട്ടമാണ് അവരുടെ മുൻപിൽ. അവർ എന്തിനേയും നേരിടും, മറ്റെല്ലാം അവർ മറന്നിരിക്കും. അവരുടെ പോരാട്ട വീര്യം ഇരട്ടിപ്പിക്കും. ആരുടെയും അപായ ഭീഷണികളെപ്പോലും അവർ പരിഗണിച്ചെന്ന് വരികയില്ല. രണ്ടും കൽപ്പിച്ചിറങ്ങുന്നവർക്ക് രണ്ടിലൊന്നേ മാർഗമുള്ളൂ, ഒന്നുകിൽ മരണം അല്ലെങ്കിൽ ജീവിതം. കാരണം ജീവിച്ചിരിക്കുന്നതിനേക്കാൾ പ്രധാനമല്ല മറ്റൊന്നും. ജീവിതത്തിൻ്റെ മുൻപിൽ പലപ്പോഴും വഴികൾ അടഞ്ഞുപോയ പലരും ഒരു ചാൺ കയറിലോ ഒരു കുപ്പി വിഷത്തിലോ റെയിൽവേ പാളങ്ങളിലോ ഒക്കെ ജീവിതം അവസാനിപ്പിച്ചു എന്ന് വരാം. അതല്ല ജീവിതം. നമ്മുടെ മുൻപിലുള്ള പ്രതികൂലങ്ങളെ നാം പ്രതിരോധിക്കണം. അത് വ്യക്തികളാകട്ടെ, അതോ പ്രശ്നങ്ങളാകട്ടെ, അതോ അടഞ്ഞ വഴികളാകട്ടെ. ഒരുപക്ഷെ മുട്ടാവുന്ന വാതിലുകളെല്ലാം മുട്ടി ജീവിതത്തിൽ നിരാശ കൊണ്ട് ഇനിയും എനിക്ക് ജീവിക്കേണ്ട എന്ന് രണ്ടും കൽപ്പിച്ചിറങ്ങുന്നവരോട് പറയുവാനുള്ളത്, ആത്മഹത്യയ്ക്കോ ഈ സുന്ദര ജീവിതം അരുത്. ആത്മഹത്യ ഒരു പ്രശ്നത്തിനും പരിഹാരമാകുന്നില്ല. കൂട്ടമായി ഇറങ്ങിയ പക്ഷികൾ പ്രതികൂലങ്ങളെ ഭയക്കാതെ അതിൻ്റെ തീറ്റ കൊത്തിയെടുക്കുന്നത് പോലെ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, എതിരായ കാറ്റുകളടിക്കുമ്പോൾ, പ്രിയരെ, പറന്നുയരുവാനുള്ള ശക്തി ദൈവം നമുക്ക് തരും. അതിനെ അതിജീവിക്കുവാനുള്ള ബുദ്ധി നമുക്ക് ദൈവം തരും. അതുകൊണ്ട്
പോരാട്ടവീര്യം നമുക്ക് നേടേണ്ടതിനു വേണ്ടി ഇരട്ടിപ്പിക്കാം. നീതിമാർഗത്തിൽ, സത്യസന്ധമായ മാർഗത്തിൽ ജീവിതത്തിൽ നമുക്ക് മുന്നേറേണ്ടതായിട്ടുണ്ട്. അത് ചെയ്തേ പറ്റൂ. അതാണ് ജീവിതം. ജീവിതം ഒരു പോരാട്ടമാണ്. ദുരൂഹത നിറഞ്ഞ ഒരു സമസ്യയാണ് നമ്മുടെ ജീവിതം. അത് പോരാടി ജയിക്കണം. ആ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. ജീവിതത്തിൽ ദൗർബല്യ നിമിഷങ്ങൾ വന്നു എന്ന് വരാം, അപമാനങ്ങൾ കേട്ടു എന്ന് വരാം, വഴികൾ അടഞ്ഞു എന്ന് വരാം, നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ കൂട്ടമായി പലരും പലയിടത്തും ഉയർന്നു എന്ന് വരാം. പക്ഷേ ജീവിതത്തിൽ ഉയരുവാനുള്ള വഴി മരണമല്ല, രക്ഷപ്പെടുവാനുള്ള മാർഗം ആത്മഹത്യയല്ല. ബുദ്ധിപരമായി പ്രാർത്ഥനയോടെ ചിട്ടപ്പെടുത്തിയ വഴികളിലൂടെ യാത്ര ചെയ്യാം. ദൈവമായ കർത്താവ് നമ്മെ അതിനായി സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ, സമാധാനത്തോടെ മുന്നേറുവാൻ സർവശക്തൻ സഹായിക്കട്ടെ. ഒരു നല്ല ശുഭദിനം കൂടി നേരുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.